ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാഭിപ്രിയായാമഥമേരുദേവ്യാം ത്വമംശദോ ഭൂഋഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദാശേഷജനപ്രമോദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, നാഭി യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാഗത്തിൻ്റെ ഒരു പകുതി ആയപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനോട് നിന്തിരുവടിക്ക് തുല്യനായ ഒരു പുത്രനെ നാഭിക്ക് കൊടുക്കണം എന്നവര് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭഗവാൻ ഞാൻ തന്നെ അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ മറഞ്ഞു. ഭഗവാനോട് തുല്യനായിട്ട് ഭഗവാൻ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് സ്വയം അവതരിക്കാമെന്ന് ഭഗവാൻ അവിടെ പറഞ്ഞത്. ഇനി ഋഷഭാവതാരം പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അനന്തരം ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞതിന് ശേഷം ത്വം നിന്തിരുവടി നാഭിപ്രിയായാം നാഭിയുടെ പ്രിയയിൽ പത്നിയായ മേരുദേവ്യാം മേരുദേവിയിൽ അംശാവതാരമായി ഋഷഭ അഭിധാന ഋഷഭൻ എന്ന പേരിൽ, അഭിധാനം എന്ന് പറഞ്ഞ പേര്, ഋഷഭൻ എന്ന പേരിൽ അലോക സാമാന്യ ഗുണപ്രഭാവ ലോകത്തിൽ സാധാരണമായിട്ട് കാണാറില്ലാത്ത ഗുണപ്രഭാവ ഗുണങ്ങളാലും പ്രഭാവത്താലും പ്രഭാവിതാശേഷ ജനപ്രമോദ പ്രഭാവത്താലും എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും പ്രമോദ സന്തോഷമുണ്ടാക്കുന്നവനായിട്ട് അഭൂ ജനിച്ചു. ഇവിടെ നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ ഭഗവാൻ അംശാവതാരമായിട്ട് പിറക്കുകയാണ്. ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ പിറക്കുകയാണ്. ലോകത്തിൽ സാധാരണമായിട്ട് കാണാത്ത എല്ലാ ഗുണങ്ങളും നിറഞ്ഞ എല്ലാ ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുന്നവനായിട്ടാണ് ഇവിടെ ഭഗവാന്റെ അംശാവതാരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.